Welcome to today's class. Today we are going to discuss slopes of adiabatics and isothermals. Slope of adiabatics and isothermal കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് it is the slope of a PV indicated diagram drawn during an adiabatic process and an isothermal process. ഒരു അഡയാബാറ്റിക് പ്രോസസ്സും അതേപോലെ ഐസോതെർമൽ പ്രോസസ്സും നടക്കുന്ന സമയത്ത് ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പി വി ഇൻഡിക്കേറ്റർ ഡയഗ്രാം വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. അങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ പി വി ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ലോപ്സ് ഓഫ് അഡയാബാറ്റിക്സ് ആൻഡ് ഐസോതെർമൽസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഏത് പ്രോസസ്സിൻ്റെ സ്ലോപ്പാണ് സ്റ്റീപ്പർ എന്ന് നമുക്ക് നോക്കണം. അത് ഐസോതെർമലിൻ്റെ ആണോ സ്റ്റീപ്പർ അതോ അഡയാബാറ്റിക്സിൻ്റെ, രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതിനാണ് സ്ലോപ്പ് കൂടുതൽ എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ, ദാറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് എ പി വി ഡയഗ്രാം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ക്ലിയർ? നമുക്കറിയാം ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്താ, പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ശരിയല്ലേ? സോ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഈ രണ്ട് സൈഡും, ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. സോ ടേക്കിംഗ് ഡിഫറൻഷ്യൽ ഓൺ ബോത്ത് സൈഡ് എന്ത് വരും, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അല്ലേ, ലെഫ്റ്റ് സൈഡിൽ RHS ലോ. ഇതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡിഫറൻഷ്യൽ എപ്പോഴും എന്താണ്, 0. സോ ഞാൻ ഡിഫറൻഷ്യൽ എടുക്കുന്നു. സോ പി ഇൻറ്റു ഡി വി പ്ലസ് വി ഇൻറ്റു ഡി പി ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പി വി ഡയഗ്രാമാണ്. പി വി ഡയഗ്രത്തിൻ്റെ വേർട്ടിക്കൽ ആക്സിസ് ഏതാ, പ്രഷറാണ്. ഹൊറിസോണ്ടൽ ആക്സിസ് ഏതാ, വോളിയാണ്. നമുക്കറിയാം ഒരു ഗ്രാഫിൻ്റെ നമ്മൾ സ്ലോപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. ഇപ്പോൾ എക്സ് വൈ ഗ്രാഫ് ആണെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് എന്ത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഏതായിരിക്കും, ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ വോളിയം ആയിരിക്കും എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ലോപ്പ് ഓഫ് എ പി വി ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? കാരണം വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പ്രഷർ ആക്സിസ് ആണ്, എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താ ആക്സിസ് ആണുള്ളത്, വോളിയം ആക്സിസ് ആണ്. സോ ഡി പി ബൈ ഡി വി ഈസ് ദ സ്ലോപ്പ് ഓഫ് പി വി ഡയഗ്രാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് കാണേണ്ടത് തന്നെയാണ്, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡി പി ബൈ ഡി വി, ദാറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് പി വി ഡയഗ്രാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നു, ഞാൻ ഈ ഒരു ടേമിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ ഇക്വേഷൻ ബിക്കം വി ഇൻറ്റു ഡി പി ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു ഡി വി. നമ്മുടെ സ്ലോപ്പ് എന്താ ഞാൻ പറഞ്ഞത്, ഡി പി ബൈ ഡി വി അല്ലേ. സോ ഈ ഡി പിനെ ഇവിടെ നിർത്തിയിട്ട് ഡി വിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ ഡി പി ബൈ ഡി വി ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി മൈനസ് പി ഉണ്ട്, ഈ വിനെ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് പി ബൈ വി. സോ ദ സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ വിൽ ബി ഡി പി ബൈ വി ഈക്വൽ ടു മൈനസ് പി ബൈ വി. ഒന്ന് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ ഡി പി ബൈ ഡി വി ഈക്വൽ ടു മൈനസ് പി ബൈ വി. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഒന്നും കൂടെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ആയതുകൊണ്ട് ദ സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ വിൽ ബി ഡി പി ബൈ ഡി വി ഐസോതെർമൽ. അതായത് ഐസോ എന്ന് ഉദ്ദേശിക്കുന്നതാണ്, ഇത് ഐസോതെർമലിൻ്റെ സ്ലോപ്പ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദ സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ ഈക്വൽ ടു മൈനസ് പി ബൈ വി, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി അപ്പം ഐസോതെർമലിൻ്റെ സ്ലോപ്പ് നമുക്ക് കിട്ടി. ഇനി എന്താണ് അഡയാബാറ്റിക്സിൻ്റെ വേണ്ടേ. സോ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് തന്നെയാണ് സ്ലോപ്പ് ഓഫ് അഡയാബാറ്റിക്, ദാറ്റ് ഈസ് പി വി ഡയഗ്രാം ഡ്രോൺ ഡ്യൂറിങ് ആൻ അഡയാബാറ്റിക് പ്രോസസ്. അപ്പം അഡയാബാറ്റിക് പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഏതാ, പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സുകൾ തന്നെ നമ്മൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്, ടേക്കിംഗ് ദ ഡിഫറൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്. അപ്പം ഡിഫറൻഷ്യൽ എടുക്കുന്ന സമയത്ത് നോക്കുക, ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പി വി റേസ് ടു ഗാമയാണ്, റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം റൈറ്റ് സൈഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും എന്താവും, 0 വരും. ലെഫ്റ്റ് സൈഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ പി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ വി റേസ് ടു ഗാമേൻ്റെ ഡെറിവേറ്റീവ് അല്ലെ ഡിഫറൻഷ്യൽ ഗാമ ഇൻറ്റു വി റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു ഡി വി. ക്ലിയർ? അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ പി ഇൻറ്റു ഗാമ ഇൻറ്റു വി റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു ഡി വി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ വി റേസ് ടു ഗാമ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡി പി ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഏതെങ്കിലും ടേമിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ഞാൻ നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വി റേസ് ടു ഗാമ മൈനസ് 1 ഉണ്ട്, ഇവിടെ ഒരു വി റേസ് ടു ഗാമ ഉണ്ട്. ആക്ച്വലി വി റേസ് ടു ഗാമ എന്ന് പറഞ്ഞാൽ എന്താ, വി റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു വി അല്ലേ.
ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വി റേസ് ടു ഗാമ മൈനസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ടേമിനും നമ്മൾ എന്ത് ചെയ്യണം, വി റേസ് ടു ഗാമ മൈനസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ആർ എച്ച് എസിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ഡിവൈഡ് ബൈ വി റേസ് ടു ഗാമ മൈനസ് വൺ, നത്തിങ് ബട്ട് 0 അല്ലേ. ഇനി എൽ എച്ച് എസ് നോക്കാം, ഫസ്റ്റത്തെ ടേമിനെ വി റേസ് ടു ഗാമ മൈനസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ടേം പോകും, ബാക്കി എന്താ ഉണ്ടാവുക, പി ഗാമ ഡി വി പ്ലസ് അടുത്തത് ഞാൻ പറഞ്ഞു വി റേസ് ടു ഗാമേനെ എനിക്ക് എങ്ങനെ എഴുതാം, വി റേസ് ടു ഗാമ മൈനസ് വൺ ഇൻറ്റു വി ആണ്. അപ്പം വി റേസ് ടു ഗാമ മൈനസ് വണ്ണ് പോയി കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടാവുക, വി. സോ പി ഗാമ ഡി വി പ്ലസ് വി ഡി പി ഈക്വൽ ടു 0. അഗെയിൻ സ്ലോപ്പ് എന്താണ്, പി വി ഡയഗ്രത്തിൻ്റെ സ്ലോപ്പ് എന്താ, ഡി പി ബൈ ഡി വി അല്ലേ. സോ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ സ്ലോപ്പ് ഡി പി ബൈ ഡി വി ഈക്വൽ ടു മൈനസ് ഗാമ ഇൻറ്റു പി ബൈ വി. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ടേമിന് ആദ്യം ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോവുക, പിന്നെ നമ്മൾ ഡി പി ബൈ ഡി വി കാണുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എന്ത്, ഡി പി ബൈ ഡി വി ഈക്വൽ ടു മൈനസ് ഗാമ പി ബൈ വി. ക്ലിയർ. സോ ഞാൻ നേരത്തെ റെപ്രസെൻറ്റ് ചെയ്ത പോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഇതൊരു അഡയാബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് ദ സ്ലോപ്പ് ഓഫ് അഡയാബാറ്റിക് പ്രോസസ് ദാറ്റ് ഈസ് ഡി പി ബൈ ഡി വി അറ്റ് അഡയാബാറ്റിക് അല്ലേ, അല്ലെങ്കിൽ ഡി പി ബൈ ഡി വി അഡയാബാറ്റിക് ഈക്വൽ ടു മൈനസ് ഗാമ ഇൻറ്റു പി ബൈ വി. സോ ദിസ് ഈസ് ദ സ്ലോപ്പ് ഓഫ് അഡയാബാറ്റിക്സ്. ഓക്കെ, ഇനി ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതിൻ്റെ സ്ലോപ്പാണ് കൂടുതൽ, സ്റ്റീപ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നോക്കുക, ഇക്വേഷൻ 2 നോക്കുക. ഇക്വേഷൻ 2ൽ ഡി പി ബൈ ഡി വി അഡയാബാറ്റിക് പ്രോസസ് ഈക്വൽ ടു മൈനസ് ഗാമ ഇൻറ്റു പി ബൈ വി ആ. നമുക്ക് ഇക്വേഷൻ 1ൽ കിട്ടിയിട്ടുണ്ട് ഡി പി ബൈ ഡി വി ഐസോ തെർമൽ ഈക്വൽ ടു മൈനസ് പി ബൈ വി ആ. ശരിയല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് മൈനസ് പി ബൈ വിക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡി പി ബൈ ഡി വി ഐസോ തെർമൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. So on comparing equation 2 and equation 1, we get dp by dv adiabatic equal to, that is slope of adiabatic equal to gamma into slope of isothermal. That is the slope of adiabatic process equal to gamma times the slope of isothermal. ശരിയല്ലേ. ഓക്കെ, അപ്പോൾ നോക്കിയേ ഇവിടെ ഏതായിരിക്കും സ്റ്റീപ്പർ ആയിട്ടുണ്ടാവുക, ഏതിൻ്റെ സ്ലോപ്പാണ് ഇപ്പം കൂടുതൽ, അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ സ്ലോപ്പാണ് അല്ലെ, അഡയാബാറ്റിക്സിൻ്റെ സ്ലോപ്പാണ് കൂടുതൽ ആരെക്കാളും, ഐസോ തെർമലിനെക്കാളും ബൈ എ ഫാക്ടർ ഓഫ് ഗാമ. ശരിയല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് അഡയാബാറ്റിക് ഈസ് സ്റ്റീപ്പർ ദാൻ ദ സ്ലോപ്പ് ഓഫ് ഐസോ തെർമൽ സിൻസ് ഗാമ ഗ്രേറ്റർ ദാൻ 1. എന്തുകൊണ്ടാണ്, ഗാമ എന്ന് പറഞ്ഞാൽ അതായത് സി പി ബൈ സി വി ആണ് ഗാമ അല്ലേ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസിൻ്റെ റേഷ്യോ ആണ്. അത് എപ്പോഴും എന്താണ്, ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് നമുക്ക് പറയാം സ്ലോപ്പ് ഓഫ് അഡയാബാറ്റിക് ഈസ് സ്റ്റീപ്പർ ദാൻ സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ സിൻസ് ഗാമ ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം പി വി ഡയഗ്രാം വെച്ചിട്ട്. സോ ഒരു പി വി ഡയഗ്രാം, ഇതിൽ ഞാൻ 2 കളേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്ന് അഡയാബാറ്റിക്കിന് ഞാൻ ഈ ഒരു കളറും ഐസോതെർമലിന് ഞാൻ ഈ ഒരു കളറും വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാൻ ഐസോതെർമലിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. സോ ദിസ് വിൽ ബി ദ ഐസോതെർമലിൻ്റെ പി വി ഡയഗ്രാം എന്ന് വിചാരിക്കാം. ഇനി ഐസോതെർമലിൻ്റെ സ്ലോപ്പിനേക്കാളും കൂടുതൽ സ്ലോപ്പുള്ള ആളാണ് ആര്, അഡയാബാറ്റിക്സിൻ്റെ അല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഗ്രാഫ് വരണം, കുറച്ചും കൂടെ സ്റ്റീപ്പർ ആയിട്ട് വരണം. സോ ദിസ് വിൽ ബി ദ ഗ്രാഫ് ഫോർ അഡയാബാറ്റിക്സ്. സോ ദിസ് വിൽ ബി ദ ഗ്രാഫ് ഫോർ ഐസോതെർമൽ ആൻഡ് ദിസ് വിൽ ബി ദ ഗ്രാഫ് ഫോർ അഡയാബാറ്റിക്സ്. ക്ലിയർ. നെക്സ്റ്റ് പാത്ത് ഫംഗ്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. നമുക്കറിയാം തെർമോഡൈനാമിക്സിൽ 2 തരത്തിലുള്ള ഫംഗ്ഷനുകളാണുള്ളത്, പാത്ത് ഫംഗ്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫംഗ്ഷൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഫോളോഡ്. അതായത് എനിക്കിപ്പം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, എ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തണം. എനിക്ക് ഏത് പാത്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഏത് പാത്ത് ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്തും ഏത് പാത്താണോ ചൂസ് ചെയ്തത് അതിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ടെങ്കിൽ ഞാൻ അത്തരം ഫംഗ്ഷനുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, path function. That is a function whose magnitude depends on the path followed during a process as well as at the end state. For example, work done എന്ന് പറയുന്ന ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. അതുപോലെ ഹീറ്റ് ഒക്കെ എന്താണ്, തെർമോഡൈനാമിക്സിലെ പാത്ത് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഏത് ഫംഗ്ഷൻ ആണോ, ഏത് തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണോ അതിൻ്റെ പാത്ത്, അത് ഏത് പാത്തിലൂടെയാണോ പോയത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, പാത്ത് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏത് പാത്തിലൂടെ പോയി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പകരം ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് എന്താണോ അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ സ്റ്റേറ്റുകൾ അതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ.
സോ അത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റേറ്റ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ മറ്റൊരു രീതിയിൽ വിളിക്കും, ദാറ്റ് ഇസ് കോൾഡ് പോയിന്റ് ഫംഗ്ഷൻ. Okay, so state or point function is if the property of a system that depends only on the current state of the system, not on the way in which the system acquired that state. അതായത് ഏത് വഴിയിലൂടെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിൽ എത്തി എന്നുള്ളതല്ല, ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയുള്ള ഫംഗ്ഷനുകൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പോയിന്റ് ഫംഗ്ഷൻ. ആക്ച്വലി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയമാണ്. ഓക്കെ, നമ്മളിപ്പം പറയും സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് ശരിക്കും സ്റ്റേറ്റ് ഫംഗ്ഷൻ. അത് ഏത് രീതിയിൽ ആ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഏത് രീതിയിൽ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തി എന്നുള്ള പറയുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഫംഗ്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പാത്ത് ഫംഗ്ഷൻ, നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ക്ലിയർ? ഇനി എക്സാമ്പിൾ ഫോർ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്തൊക്കെയായിരിക്കും? എൻതാൽപ്പി, എൻട്രോപ്പി, പിന്നെ ഇന്റേണൽ എനർജി തുടങ്ങിയതൊക്കെ എന്താണ്? ഒക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം. ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി കണ്ടന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റേണൽ എനർജി, റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ യു. ഇനി അപ്പോൾ ടോട്ടൽ എനർജി കണ്ടന്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വേണം നോക്കാം. സോ ഇറ്റ് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ മോഷൻ കാരണമുള്ളതാണ്. അപ്പം ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മോഷൻസ് ഉണ്ടാവാം? അതിലുള്ള മോളിക്യൂൾസിൻ്റെ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവാം, റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവാം, വൈബ്രേഷണൽ മോഷൻ ഉണ്ടാവാം. ശരിയല്ലേ? ആൻഡ് ഈ ഇത്തരത്തിലുള്ള മോഷൻസ് എല്ലാം തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു മോളിക്കുലർ ഫോഴ്സസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആൻഡ് എനർജി ഓഫ് ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയർ. അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് അതിലുള്ള മോളിക്യൂൾസിൻ്റെ റൊട്ടേഷൻ, വൈബ്രേഷൻ, ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ മോഷൻ കാരണമുള്ള കൈനറ്റിക് എനർജീൻ്റെയും പൊട്ടൻഷ്യൽ എനർജി മോളിക്യൂൾസ് തമ്മിലുള്ള സെപ്പറേഷൻ കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെയും അതുപോലെ അതിലുള്ള ന്യൂക്ലിയസിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എനർജിൻ്റെയും കൂടെ എന്തായിരിക്കും? സം ആയിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ എനർജി കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. ഇനി ഇൻറ്റേർണൽ എനർജിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, അല്ലേ? സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി മെഷർ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പക്ഷേ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ക്യാൻ ബി മെഷർ. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇൻറ്റേർണൽ എനർജി ഫോർ പെർഫെക്റ്റ് ഗ്യാസ്. ഇൻറ്റേർണൽ എനർജി ഫോർ പെർഫെക്റ്റ് ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഒരു പെർഫെക്റ്റ് ഗ്യാസിൻ്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ പെർഫെക്റ്റ് ഗ്യാസ് ആണെങ്കിൽ ആ പെർഫെക്റ്റ് ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ ഇതൊരു റിയൽ ഗ്യാസ് ആയിരുന്നെങ്കിൽ the internal energy of the system will depends on volume as well as temperature. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇപ്പം പെർഫെക്റ്റ് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി കാരണം മാത്രമാണെന്ന് വിചാരിക്കുക, കൈനറ്റിക് എനർജി കാരണം മാത്രമാണ്. പക്ഷേ ഇത് റിയൽ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൈനറ്റിക് എനർജിയും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും കാരണം ഉണ്ടാവും എന്ത്? ഈ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നോക്കുക, ഫോർ ദ ഇൻറ്റേർണൽ എനർജി ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ഡ്യൂ ടു കൈനറ്റിക് എനർജി ഓൺലി. ബട്ട് ഫോർ റിയൽ ഗ്യാസ് ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ വോളിയം ആൻഡ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മോളിക്യൂൾ ഡ്യൂ ടു ദെയർ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് കേസുകളാണ്, ഒന്ന് പെർഫെക്റ്റ് ഗ്യാസ്, ഒന്ന് റിയൽ ഗ്യാസ് ആവുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് റിലേറ്റഡ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി കൺസർവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. Okay, so when a certain amount of heat Q is supplied to a system which does external work W in passing from state 1 to state 2, okay, the amount of heat is equal to sum of the increase in internal energy of the system and the external work done W by the system. അതായത് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കുറച്ച് എമൗണ്ട് ഹീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഭാഗം എന്ത് ചെയ്യും? കുറച്ച് ഭാഗം വർക്ക് ചെയ്യാൻ വേണ്ടി ആ സിസ്റ്റം യൂസ് ചെയ്യും. ബാക്കിയുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് പറയാം ദ ടോട്ടൽ ഹീറ്റ് എനർജി ഗിവൺ ഓർ സപ്ലൈ ടു എ സിസ്റ്റം വിൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ ടു പർപ്പസസ്. ഒന്ന് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം, രണ്ടാമത്തതോ ടു ഡു എക്സ്റ്റേണൽ വർക്ക്.
So the heat supplied can be expressed, അല്ലെങ്കിൽ can be represented as the sum of increase in internal energy plus the work done, the external work done by the system. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അപ്പം കൊടുത്ത ഹീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് എനർജി ഫോം ആയിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്തെങ്കിൽ ബാക്കിയുള്ളത് എന്ത് ചെയ്തു, വർക്ക് എന്നുള്ള എനർജീൻ്റെ മറ്റു രൂപമായിട്ടുള്ള വർക്കായിട്ട് എന്ത് ചെയ്തു, അത് കൺവേർട്ട് ചെയ്തു. അപ്പം എനർജി ഈസ് നൈദർ ലോസ്റ്റ് ഓർ നൈദർ ക്രിയേറ്റഡ്, അതെന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു പോയി എന്നർത്ഥം. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനെ മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഹീറ്റ് സപ്ലൈഡ് Q ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. നമുക്കറിയാം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ച് ആണ്. ദാറ്റ് ഇസ് U2 മൈനസ് U1 പ്ലസ് വർക്ക് ഡൺ ബൈ ദ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, ഇനി ചെറിയൊരു ചേഞ്ച്, വെരി സ്മോൾ ചേഞ്ച് ആണെന്നുണ്ടെങ്കിലോ, വെരി സ്മോൾ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണെങ്കിലോ, ഇതിനെ നമുക്കിങ്ങനെ എഴുതാം, ഡെൽറ്റ Q ഈക്വൽ ടു DU പ്ലസ് ഡെൽറ്റ W. ഇവിടെ ഡെൽറ്റ Q എന്ന് പറയുന്നതും ഡെൽറ്റ W എന്ന് പറയുന്നത് എന്താണ്, എക്സാക്ട് ഡിഫറൻഷ്യൽ അല്ല കേട്ടോ, എക്സാക്ട് ഡിഫറൻഷ്യൽ അല്ല, ഇറ്റ്സ് എ ചേഞ്ച്. ക്ലിയർ? സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നുള്ളതിൻ്റെ അതേ ഒരു ഫോം തന്നെയാണ്. പക്ഷേ തെർമോഡൈനാമിക്സ് ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസം എന്താണ്, ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് രണ്ട് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഒന്ന് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം, മറ്റേത് ടു ഡു എക്സ്റ്റേണൽ വർക്ക്. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും ഈ ഇക്വേഷൻ രൂപത്തിൽ എഴുതിയതുകൊണ്ട് ഇതിൻ്റെ സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. സോ ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇനി അതല്ല സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോവുകയാണെങ്കിലോ, സിസ്റ്റം ലോസസ് ആണ് അല്ലേ, സിസ്റ്റം ലോസസ് ആയതുകൊണ്ട് തന്നെ ഇഫ് ഹീറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ഇറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പം സിസ്റ്റത്തിലേക്ക് വരുന്ന ഹീറ്റാണ്, സിസ്റ്റത്തിലേക്കാണ് ഹീറ്റ് വരുന്നതെങ്കിൽ അത് പോസിറ്റീവായിട്ടും, സിസ്റ്റത്തിൽ നിന്നാണ് ഹീറ്റ് പോകുന്നതെങ്കിൽ അത് എന്ത് ചെയ്യണം, നെഗറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യണം. അതേപോലെ വർക്ക് ഡണ്ണിൻ്റെ കേസ്, വർക്ക് ഡൺ ഈസ് പോസിറ്റീവ് വെൻ എക്സ്റ്റേണൽ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ഇൻ എക്സ്പാൻഷൻ. അവിടെ നമ്മുടെ സിസ്റ്റം ചെയ്യുന്ന വർക്ക് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതെന്തായിട്ട് എടുക്കണം, പോസിറ്റീവായിട്ട് എടുക്കണം. ഏത് ഇക്വേഷൻ വെച്ചിട്ടാണെന്നറിയോ, ദ W ഈക്വൽ ടു P ഡെൽറ്റ V. അപ്പോൾ എക്സ്പാൻഷൻ ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എന്താണ്, എക്സ്പാൻഷൻ അല്ലേ, ഫൈനൽ വോളിയം അല്ലേ കൂടുതൽ, അപ്പോൾ ഇത് പോസിറ്റീവാണ്, അതുകൊണ്ട് വർക്ക് എന്താണ്, പോസിറ്റീവാണ്. ഇനി അതല്ല നമ്മുടെ സിസ്റ്റം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് കംപ്രഷന് വേണ്ടിയിട്ടാണെങ്കിൽ നോക്കാം, ആൻഡ് നെഗറ്റീവ് ഇഫ് ദ വർക്ക് ഡൺ ഓൺ ഇറ്റ് ഇൻ കംപ്രഷന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് കംപ്രഷന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ എന്തായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, ഹീറ്റ് റിമൂവ്ഡ് ഫ്രം എ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഓൺ എക്സ്പാൻഷൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഇൻ കംപ്രഷൻ ആണെന്നുണ്ടെങ്കിലോ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ നോക്കാം. എന്തൊക്കെയാണ് ഫസ്റ്റ് ലോൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത്? ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എനി പ്രോസസ് ബൈ വിച്ച് സിസ്റ്റം അണ്ടർഗോസ് എ ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച്. ഒരു ഫിസിക്കൽ ചേഞ്ച് ആയിക്കോട്ടെ കെമിക്കൽ ചേഞ്ച് ആയിക്കോട്ടെ നടക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് ഇന്റേണൽ എനർജി ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇൻട്രൊഡ്യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് അതുമാത്രമല്ല ഇന്റേണൽ എനർജി നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തു. അതാണ് സെക്കൻഡ് ആൻഡ് തേർഡ് സിഗ്നിഫിക്കൻസ്. സോ ഇൻട്രൊഡ്യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് ഇന്റേണൽ എനർജി U2 മൈനസ് U1 ഈക്വൽ ടു Q മൈനസ് W ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് ഇന്റേണൽ എനർജി ചേഞ്ച്. ശ്രദ്ധിക്കുക, ഇന്റേണൽ എനർജി എന്നല്ല പറഞ്ഞത്, ഇന്റേണൽ എനർജി ചേഞ്ചേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്റേണൽ എനർജി മെഷർ ചെയ്യാൻ നമുക്ക് പറ്റില്ല, പക്ഷേ ഇന്റേണൽ എനർജി ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാം. ശരിയല്ലേ? പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റത്തെ ലിമിറ്റേഷൻസ് എന്താ, ദ ലോ ഡസ് നോട്ട് സ്പെസിഫൈ ദ കണ്ടീഷൻ അണ്ടർ വിച്ച് ദ സിസ്റ്റം ക്യാൻ യൂസ് ഇറ്റ്സ് ഹീറ്റ് എനർജി ടു പ്രൊഡ്യൂസ് എ സപ്ലൈ ഓഫ് മെക്കാനിക്കൽ വർക്ക്. ഇവിടെ ആക്ച്വലി കൊടുക്കുന്ന ഹീറ്റ് മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ വർക്കായിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഏത് കണ്ടീഷനിലാണ് അത് ഈ ഹീറ്റ് മെക്കാനിക്കൽ വർക്കായിട്ട് മാറുന്നുള്ള അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഫസ്റ്റ് ലോ. So it does not specify the condition under which the system can use its heat energy to produce a supply of mechanical work. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്ന ഹീറ്റിൻ്റെ എത്ര ശതമാനത്തോളം അത് മെക്കാനിക്കൽ വർക്കായിട്ട് അല്ലെങ്കിൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളതും
കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് ലോ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇറ്റ് ആൾസോ ഡസ് നോട്ട് സേ ഹൗ മച്ച് ഹീറ്റ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. കൊടുക്കുന്ന ഹീറ്റിൻ്റെ, ഈ സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഹീറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് വർക്കായിട്ട് മാറുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും ഒരു കാര്യം പറയുന്നില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ലിമിറ്റേഷൻസ്. ഓക്കെ.